ദീർഘദൂരം നമ്മൾ യാത്ര ചെയ്യില്ലേ, ടൂ വീലറിനോ കാറിനൊക്കെ നമ്മൾ സ്വന്തം വാഹനത്തിന് യാത്ര ചെയ്യുമ്പോൾ നമ്മൾ സ്വയം സംസാരിക്കും, പാട്ട് പാടും. പിന്നെ റോഡുകളിലെ ബോർഡുകളുണ്ടല്ലോ, നമ്മളോട് സംസാരിക്കും. എത്ര ദൂരമുണ്ട്, റൈറ്റിലേക്കാണോ ലെഫ്റ്റിലേക്കാണോ, സ്പീഡ് കുറച്ച് പോകണം, അപകട മേഖല, അങ്ങനെ ബോർഡുകളും നമ്മളോട് സംസാരിക്കും. റോഡിൻ്റെ സൈഡിലെ മയിൽക്കുറ്റികളുണ്ടല്ലോ, അതും നമ്മളോട് സംസാരിക്കും. ഇതിനു മുമ്പ് ഞാൻ എൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ പുറകെ കാണുന്നത് കണ്ട ഒരു മയിൽക്കുറ്റി. ഈ കളർ കണ്ടാൽ നമുക്കറിയാം ഇത് ഏത് റോഡാണെന്നുള്ളത്. ഞാൻ നിൽക്കുന്നത് ഏത് റോഡിലാണെന്നുള്ളത്. അതായത് ഗ്രാമീണ റോഡുകൾ അല്ലെങ്കിൽ പഞ്ചായത്തിൻ്റെ കീഴിൽ വരുന്ന റോഡുകളിലൊക്കെയാണ് ഈ ഓറഞ്ച് നിറം കൊടുക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഒരു ഗ്രാമാന്തരീക്ഷത്തിലുണ്ട്. പാലക്കാടാണ്. എൻ്റെ പുറകെ കാണുന്ന ഒരു കൊച്ചു കടയാണ്, മാട്ടുമല എന്ന് പറയും. അതിൻ്റെ തൊട്ട് സൈഡിലുള്ള ഒരു കടയാണ്. അപ്പോൾ പാലക്കാടൻ കാഴ്ചകളാണ് നിങ്ങളായിട്ട് പങ്കുവെക്കുന്നത്. തീർച്ചയായിട്ടും വാച്ച് ചെയ്യുക. പാലക്കാടൻ ഉൾഗ്രാമങ്ങളിൽ കാണുന്ന കാഴ്ചകൾ സിറ്റി ലൈഫിൽ ജീവിക്കുന്നവർക്ക് ആദ്യത്തെ കാഴ്ചകളായിരിക്കും. ഞാനിപ്പോൾ കണ്ടുകൊണ്ട് എനിക്കിപ്പോൾ ശീലമായി മാറി. മീൻ കട്ട് ചെയ്ത് കണ്ടില്ലേ, അതായത് സ്പോട്ടിൽ മീൻ എത്തിച്ച് അവിടെ നിന്ന് തന്നെ കട്ട് ചെയ്ത് അവർക്ക് കൊടുക്കുന്ന ഒരു രീതിയൊക്കെ പുതിയ കാഴ്ചകളാണ്. അതുകൂടാതെ ഫ്രഷ് പാല് വീടിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് സപ്ലൈ ചെയ്യുക, അതേപോലത്തെ പുതിയ പുതിയ കാഴ്ചകൾ. ഇപ്പോൾ ഈ മയിൽക്കുറ്റി തന്നെ നമ്മുടെ അവിടെ നാഷണൽ ഹൈവേയും സ്റ്റേറ്റ് ഹൈവേയും കടന്നു പോകുന്നതുകൊണ്ട് ഇതേ മയിൽക്കുറ്റികൾ ഈ ഗ്രാമാന്തരീക്ഷ റോഡുകളൊക്കെ കാണാൻ കുറവായിരിക്കും. കുറച്ചൊക്കെ പുറത്തേക്ക് പോകണം, എങ്കിൽ മാത്രമേ കാണാൻ കഴിയുള്ളൂ. അപ്പോൾ അതേപോലത്തെ നല്ല നല്ല കാഴ്ചകൾ സൈക്കിളിന് ചുറ്റി കാണുക. അതുകൂടാതെ ഇവിടെ ചായക്കടയുണ്ട്, 3ഓളം ചായക്കടയുണ്ട് ഇവിടെ. ഈ ഞാൻ താമസിക്കുന്ന പരിസരത്തിട്ടാണ്. അവിടെ പല നേരങ്ങളിലായിട്ട് പല കടകളിലായിട്ട് കയറുക, അവിടുത്തെ അവരൊക്കെ ആയിട്ട് ഇങ്ങനെ സംസാരിച്ച് സമയം കളയും. ഗ്രാമാന്തരീയ കാഴ്ചകളും അതുകൂടാതെ തന്നെ ഈ കൃഷിഭൂമി ഇടങ്ങളൊക്കെ കണ്ട് ഇങ്ങനെ സൈക്കിളോട്ടി പോകാമെന്നൊക്കെ പറഞ്ഞത് മനോഹരമായ കാഴ്ചയാണ്. അതുകൂടാതെ വൈകുന്നേരങ്ങളിലായി ശരി പ്രായമുള്ളവരൊക്കെ ഒത്തുചേരുന്ന ഇടങ്ങളുണ്ട് മിക്കയിടങ്ങളിലും. അതായത് ചായക്കടയുടെ മുന്നിലൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഒത്തുകൂടണം. അവിടെയൊക്കെ പോയിരിക്കുക, അവരോട് സംസാരിക്കുക, അവിടുത്തെ പഴയ കാര്യങ്ങളൊക്കെ കേൾക്കുക. അങ്ങനെ ഈ ഇരിക്കുന്ന ചേട്ടനുണ്ടല്ലോ, ഈ ഇരിക്കുന്ന ചേട്ടൻ പണ്ട് കാലങ്ങളിൽ കാളവണ്ടിക്കകത്ത് ലോഡും കയറ്റി തൃശ്ശൂർ പോയിക്കൊണ്ടിരുന്ന ചേട്ടനാണ്. പിന്നെ കുതിരാൻ വന്ന് റോഡ് വികസിച്ച് അപ്പോൾ കാളയ്ക്ക് നിയന്ത്രണങ്ങൾ വന്ന് അങ്ങനെ സൈഡായ പുള്ളിയാണ് ഇദ്ദേഹം. അതുകൂടാതെ ഈ നിൽക്കുന്ന പുള്ളി ഉണ്ടല്ലോ കുമ്പളങ്ങിൽ, അതായത് നമ്മുടെ കുമ്പളങ്ങിൽ ജോലിക്ക് വന്നിട്ടുണ്ട്. ഒറ്റ രാത്രി കൊണ്ട് ജോലി അവസാനിപ്പിച്ച് തിരിച്ചു പോകുന്ന ആളാണ്. കാരണം അദ്ദേഹത്തിന് ഫുഡ് കഴിച്ചപ്പോൾ വയറിന് മണിയിട്ട് പുള്ളി തിരിച്ചുകൊണ്ട് പോകുന്നു. ആകെ ഒറ്റ പ്രാവശ്യം എറണാകുളത്ത് വന്നിട്ടുള്ളൂ. അങ്ങനത്തെ ഒരുപാട് വിശേഷങ്ങളൊക്കെ ഇങ്ങനെ കേട്ട് കണ്ട് ഇങ്ങനെ പോവുക എന്നുള്ളതാണ്. ഇവിടുത്തെ ഓരോ നിമിഷവും ഓരോ ദിവസവും ആസ്വദിച്ചാണ് പോകുന്നത്. ഞാൻ താമസിക്കുന്നത് പാലക്കാട് പത്തനാപുരത്താണ്, അതായത് നിൽക്കുന്ന സ്ഥലത്താണ്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ഇനിയുണ്ടാവും. തീർച്ചയായിട്ടും വാച്ച് ചെയ്യുക. മറ്റു വീഡിയോയുമായി വീണ്ടും വരും. അത് നമസ്കാരം.